ഹലോ നമസ്കാരം. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടോറസിന് വേണ്ടിയിട്ട് ഒരു ജൂലൈ മന്ത്ലി റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോണത്. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. എൻ്റെ പേര് അപർണയാണ്. അപ്പോൾ ടോറസ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യുക. ഇതിൽ ലവ് ആൻഡ് കരിയർ രണ്ടും മെസ്സേജസ് ആണ് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യാം. ഈ വീഡിയോന് എൻഡ് വരെ നോക്കുക. എൻഡിലാണ് ഞാൻ ഈ മന്തിൻ്റെ ഔട്ട്കം നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ നോക്കുക. ഈ വീഡിയോനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ല വെച്ചാൽ ഇതുവരെ. അപ്പോൾ ടോറസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ജൂലൈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും? ഓവറോൾ എനർജി നിങ്ങളുടെ ആണ് 2 of Pentacles ആൻഡ് ഇതാണ് നിങ്ങളുടെ ഔട്ട്കം ഉണ്ടാവാൻ പോണേ ജൂലൈ മാസത്തിൻ്റെ. ഇത് നമ്മൾ എൻഡിലാണ് തുറക്കാൻ പോണത്. അപ്പോൾ ടോറസ് 2 of Pentacles ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഇതൊരു കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഒരു എനർജി ഇംബാലൻസ് ഉണ്ടാവുന്ന എനർജിയാണ്. അങ്ങനത്തെ ഒരു കാർഡാണ്. അതുമാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ മേ ബി ചോയ്സ് ഉണ്ട്, നിങ്ങൾ ആ ചോയ്സ് ഉണ്ടാക്കാൻ പറ്റാണ്ട് അതുകൊണ്ടൊരു ഇംബാലൻസ് ആവണ എനർജി ആയിരിക്കാം. നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ എന്തോ പാസ്റ്റിൽ ഒരു കാര്യമുണ്ടായി, ഒരു സിറ്റുവേഷൻ ഡെവലപ്പായി. ഇത് കുറേ ഒരു ഇമ്പൾസീവ് സഡൻ സിറ്റുവേഷൻ ആയിരുന്നു. മേ ബി ഇവിടെ ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടി, ഓരോ ആരോ നിങ്ങളുടെ അടുത്ത് വന്ന് എന്തോ പറഞ്ഞു, സഡൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല അത്. അപ്പോൾ ഇത് കുറച്ചൊരു ഹാഷ് കമ്മ്യൂണിക്കേഷൻ ആണ്. ചില കേസസിൽ ഇതൊരു ഓഫറും ആവാം, ഒരു ജോബ് ഓഫർ ആയിരിക്കാം. അപ്പോൾ നമ്മൾക്കിത് നോക്കാം എന്താണെന്ന്. ഈ 2 of Pentacles എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഓവറോൾ എനർജി? 6 of Swords. ഇവിടെ പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഇംബാലൻസ് ഒക്കെ ബാലൻസ് ഔട്ട് ആവും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ടെമ്പററി ഫേസ് ആണ്. നിങ്ങൾ കാമർ വാട്ടേഴ്സിൻ്റെ ഡയറക്ഷനിലാണ് പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറേ ട്രാവൽ ചെയ്യുന്നുണ്ടാവും ഈ മാസം. അതുകൊണ്ടും ഒരു ഇംബാലൻസ് ആയിരിക്കാം ക്രിയേറ്റ് ആവണത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കെഡ്യൂൾ കുറേ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ട്രാവൽ കുറേ ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് ഒരു ബാലൻസ് കിട്ടില്ല ലൈഫിൽ. എല്ലാ ദിവസം വേറെ വേറെ സ്ഥലത്ത് അങ്ങനെ വെച്ചാൽ ഒരു വീക്കിൽ കുറേ ട്രാവൽ, അങ്ങനത്തെ ഒരു എനർജിയും ആവാം. നൈറ്റ് ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്? പാസ്റ്റിൽ എംപറർ. അപ്പോൾ ഇതൊരു ബോസിൻ്റെ എനർജി ആയിരിക്കാം. ഇല്ല വെച്ചാൽ ഫാമിലിയിൽ ആരെങ്കിലും ഒരു എൽഡർ പേഴ്സൺ ആണ് വെച്ചാൽ അതുമല്ല വെച്ചാൽ ഒരു എംപറർ ഏരീസ് എനർജി ആയിരിക്കാം. ഈ പേഴ്സൺ കുറേ ഒരു കമാൻഡ് ഉള്ള പേഴ്സൺ ആണ്. അവരെ നിങ്ങൾ കുറേ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ പേഴ്സൺ എന്തോ നിങ്ങളോട് വന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ കമ്മ്യൂണിക്കേഷൻ കുറച്ചൊരു ഹാഷ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഇതൊരു ബോസ് ആണ് വെച്ചാൽ മേ ബി അവരെ എന്തോ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് തരുന്നുണ്ട്, ഇല്ല വെച്ചാൽ ട്രാവൽ ചെയ്യാൻ പറയുന്നുണ്ട്, എന്തോ ഒരു സഡൻ ന്യൂസ് ഓർ ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇവിടെ ഏസ് ഓഫ് വാൻസ്. അപ്പോൾ ഇത് എന്തോ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പാസ്റ്റിലുണ്ട്, ഞാൻ കാണുന്നുണ്ട് അവിടെ. ആൻഡ് ഇത് നിങ്ങൾ കുറേ എക്സൈറ്റഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ ക്വിക്ക് ആക്ഷൻ ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നത്. വേൾഡ് ജൂലൈ മാസത്തിൽ എന്തോ ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. വേൾഡ് റെക്കഗ്നിഷൻ ആയിരിക്കാം, ഓറൽസ് ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ് ആയിരിക്കാം. വേൾഡ് ഒരു ട്രാവൽ കാർഡുമാണ്. മേ ബി നിങ്ങൾ അബ്രോഡ് പോവാൻ ട്രൈ ചെയ്യുന്നത് വെച്ചാൽ അത് ജൂലൈ മാസത്തിൽ പോസിബിൾ ആണ്. അപ്പോൾ ഈ വേൾഡ് എന്താണ് ഇവിടെ? ഹാപ്പിനെസ്, എബണ്ടൻസ്, അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഈ കംപ്ലീഷനും പുതിയ ബിഗിനിങ് എന്തോ ഒരു പോസിറ്റീവ് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണേ. ഇതൊരു വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ ഇത് ഒരു സിഗ്നിഫിക്കൻറ്റ് ന്യൂ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ. സൺ ലിയോ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇത് റൊമാൻറ്റിക് പേഴ്സൺ ആയിരിക്കും, റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരിക്കാം, ഓറൽസ് ഇത് ജോലിയുടെ കാര്യമാണ് വെച്ചാൽ എന്തോ ഒരു പാസ്റ്റിൻ്റെ ഓഫർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജിയാണ്. 6 of Cups എന്താണ് ഇവിടെ? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും മിസ് ഔട്ടായി അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു വെച്ചാൽ
യൂണിവേഴ്സ് നിങ്ങൾക്ക് ആദ്യം തിരിച്ചൊരു വേറെ ചാൻസ് ആണ് തരുന്നത്. ഇത് രണ്ടും ലവിലും ആപ്ലിക്കബിൾ ആണ്, കരിയറിലും ആപ്ലിക്കബിൾ ആണ്. പാസ്റ്റിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ചെയ്തില്ല വെച്ചാൽ യൂണിവേഴ്സ് ആദ്യം ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ട് ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറേ അബണ്ടൻസ് കൊണ്ടുവരേണ്ട ഒരു നല്ല ലക്കി പീരീഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ജൂലൈ തൊട്ടിട്ട് ആ പീരീഡ് ആ ഒരു നല്ല ട്രാൻസ്ഫോർമേഷൻ ഉള്ള സമയമാണ് നിങ്ങൾക്ക്. ആൻഡ് കുറേ പോസിറ്റീവ് ന്യൂസ് നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളുടെ അടുത്ത് ചിലവർ മേ ബി ഒരു പുതിയ വണ്ടി വാങ്ങിക്കാനും ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ. ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇപ്പോൾ ഇത് ഒരു വെരി പോസിറ്റീവ് കാർഡാണ് ചാലഞ്ച് പൊസിഷനിൽ. 10 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഫാമിലിയുടെ എനർജിയാണ്, സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്. ഇത് എന്തുകൊണ്ടാണ് ചാലഞ്ചായി കാണുന്നത്? 7 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ അബണ്ടൻസ് വരണ മുമ്പേ കുറച്ച് ചാലഞ്ചസ്, ബ്ലോക്കേജസ് ഉണ്ടാവും. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. അത് ഉണ്ടായാലും പേടിക്കരുത്. എന്നുവെച്ചാൽ ഇതൊരു ടെമ്പററി ഫേസ് ആണ്. നിങ്ങൾക്ക് കുറെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടി വരും. കുറെ ഫേം ആയിട്ട് നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വരും. ആൻഡ് ഗിവ് അപ്പ് ചെയ്യരുത്. അതാണ് ഇവിടെ മെയിൻ മെസ്സേജ്. എന്നുവെച്ചാൽ ഏതോ ഒരു പേഴ്സൺ, നിങ്ങൾക്ക് അറിയണ പേഴ്സൺ ആയിരിക്കാം, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ലോയർ ആയിരിക്കാം, ഓറൽസ് ഒരു ബോസ് കലീഗ് ആയിരിക്കാം. എന്തായാലും ഈ പേഴ്സൺ കുറേ ഒരു കാൽക്കുലേറ്റീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, കുറേ പ്രാക്ടിക്കൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഞാൻ കാണില്ല. അപ്പോൾ ഇത് ഒരു ഞാൻ പറഞ്ഞ മാതിരി ലോയറും ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ചാലഞ്ച് കൊണ്ടുവരാൻ പോകുന്നുണ്ട്, ബ്ലോക്ക് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയേണ്ടത് ഇവിടെ ബ്രേക്ക് ത്രൂ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും. കുറേ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പക്ഷേ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ആൻഡ് കമ്മ്യൂണിക്കേഷനും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാണ് വെക്കാൻ പറയണത്. കിങ് ഓഫ് വാൻഡ്സ്, ആക്ഷനും എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഒരു ഫയർ സൈൻ ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ തരുന്നുണ്ടാവുക. ആൻഡ് ഇതൊരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് പറയണത് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. വെയിറ്റിംഗ് പീരീഡ് കാട്ടിലും ഇവിടെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. 7 ഓഫ് കപ്സ് കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാണ്ട് ഒട്ടും ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും ഇവിടെ ഒരു വേറെ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട്, ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ കാണുന്നു. 10 ഓഫ് വാൻഡ്സ് ഇവിടെ നിങ്ങളുടെ ഹിഡൻ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു എൻഡ് ഓഫ് ബാഗേജ്, ഒരു ബേർഡൻ്റെ എൻഡ് ഞാൻ കാണുന്നു. അപ്പോൾ എന്തോ ഡിഫിക്കൽട്ടീസ് ഉണ്ടായാലും അത് വേഗം തീരാൻ പോണ എനർജിയാണ് 10 ഓഫ് വാൻഡ്സ്. 8 ഓഫ് സ്വോർഡ്സ്. അപ്പോൾ ഒരു സ്റ്റാഗ്നേഷൻ ആണ് ഞാൻ കാണുന്നത്. പക്ഷെ നിങ്ങൾ ഈ സ്റ്റാഗ്നേഷന് പുറത്താണ് വരാൻ പോണേ. വെരി സൂൺ സൊല്യൂഷൻസ് കിട്ടാൻ പോകുന്നുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസ് കുറച്ചൊരു ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാവാൻ വഴിയുണ്ട്. നിങ്ങൾ കൂടുതൽ ഈ കാര്യത്തിനെ പുൾ ഓൺ ചെയ്താൽ, ഡ്രാഗ് ചെയ്താൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടാവും. ഇതൊരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് കാരണവും ആവാം. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി ലവിലും ഞാൻ ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു സ്റ്റാഗ്നൻസി ഉണ്ടായിരുന്നു വെച്ചാൽ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലവ് ലൈഫും കരിയറിലും. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഔട്ട്കം? ജൂലൈ മാസത്തിൻ്റെ ഔട്ട്കം നമ്മൾക്ക് ഇപ്പോൾ നോക്കാം. 5 ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ഔട്ട്കം. എന്തോ പാസ്റ്റിൽ എന്തോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ വിഷമം ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആരോ മിസ് ചെയ്യണു, അങ്ങനത്തെയും എനർജി ആവാം. പക്ഷേ ഇത് ക്ലാരിഫൈ ചെയ്യാം നമ്മൾക്ക്. ഈ 5 ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? 4 ഓഫ് സ്വോർഡ്സ്. നിങ്ങൾ ആരുടെയും അടുത്ത് സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ നിങ്ങൾ ആ പേഴ്സണെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാം കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് മുമ്പോട്ട് പോണത്. അപ്പോൾ ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. 3 ഓഫ് വാൻഡ്സ്. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ഈ സിറ്റുവേഷൻ നിങ്ങൾ കുറെ പാസ്റ്റിനെ കുറിച്ചാണ് ആലോചിച്ച് വിഷമിക്കണേ. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ ടേൺ അറൗണ്ട് ആവാൻ പോകുന്നുണ്ട്, ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്, കുറെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വിഷമിച്ചിട്ട് കാര്യമില്ല. പാസ്റ്റിലുണ്ടായ കാര്യം കഴിഞ്ഞു.
ഇപ്പോൾ ഫ്യൂച്ചറിലേക്കാണ് നോക്കേണ്ടത്. ആൻഡ് ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈ മാസം ആൻഡ് ജൂലൈ കഴിഞ്ഞിട്ടും നല്ല പോസിറ്റീവ് സമയമാണ്. അപ്പോൾ ഇവിടെ മെസ്സേജസ് നോക്കാം. ദ ആൻസേഴ്സ് യു നീഡ് ആർ കമ്മിങ്. ഫുൾ മൂൺ ഇൻ ജെമിനൈ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ജൂലൈയിൽ കിട്ടും. ചിലവർ ഞാൻ പറഞ്ഞ മാതിരി സ്റ്റാഗ്നൻസി ആയിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെ, ഒരു ആൻസേഴ്സും ഉണ്ടായിരുന്നില്ല. അതിൻ്റെയൊക്കെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ടോറസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയിട്ട് റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ആപ്ലിക്കബിൾ ആവില്ല. പ്രൈവറ്റ് റീഡിംഗ് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യുക. ആൻഡ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ഡീറ്റെയിൽസ് വെബ്സൈറ്റും ഇമെയിലൊക്കെ സ്ക്രീനിലുണ്ട്, ഇല്ല വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുക. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനെ കൂടെ, മേ ബി അവർക്കും ഇത് ഇഷ്ടം. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ്.